ഹായ്, നമസ്കാരം. ഒരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. ഇന്നിപ്പോൾ ശിവരാത്രിയാണ്. കാലടി ശിവരാത്രി മണപ്പുറത്ത് പോയി അവാർഡും ആദരവൊക്കെ ഏറ്റുവാങ്ങി. എനിക്ക് ഈ അവാർഡ് കിട്ടിയ മഹാശിവരാത്രി അവാർഡ് കിട്ടിയതിൻ്റെ ന്യൂസ് ഞാൻ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ 20,000-ഓളം പേര് മെമ്പേഴ്സുള്ളതിൽ ഞാൻ അയച്ചിരുന്നു. ഏകദേശം 2,000-ഓളം പേരെങ്കിലും റെസ്പോണ്ട് ചെയ്തു, കൺഗ്രാറ്റ്സ് പറഞ്ഞു. എല്ലാ രീതിയിലും ഇത്രയും പേര് ഇമോജി ഇട്ട് ഒക്കെ പ്രോത്സാഹിപ്പിച്ചു. എൻ്റെ സിനിമ ഗ്രൂപ്പുകളിൽ ഞാൻ ഇട്ടു. കുറേ സിനിമ വാട്സപ്പ് ഗ്രൂപ്പുകളും അതുപോലെ എൻ്റെ ബ്രോഡ്കാസ്റ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നതിൽ ഒരു ഏകദേശം 1,500-ഓളം പേര് വരുന്ന സിനിമ ഗ്രൂപ്പ് മീഡിയ ഗ്രൂപ്പിൽ ഇട്ടു. എൻ്റെ വിഷമം എന്താണെന്ന് പറയട്ടെ. ഞാൻ കണ്ട വിഷമം, കൺഗ്രാറ്റ്സും ഇമോജിയൊക്കെ ഇട്ടതൊക്കെ, പക്ഷേ ഈ സിനിമ ഗ്രൂപ്പിനകത്ത് ഒരാൾ പോലും ഈ ഒരു പോസ്റ്റർ, എനിക്ക് അവാർഡ് കിട്ടിയതിൻ്റെ ഫോട്ടോ അവരുടെ സ്റ്റാറ്റസ് ആക്കി ഇട്ടതായി കണ്ടില്ല. അപ്പോൾ തോന്നും എന്തിനാ അങ്ങനെ ഇടേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് ഒരു കാര്യം പറയാം. ഈ 1,500-ലധികം വരുന്ന എൻ്റെ മൊബൈലിലെ സിനിമാക്കാരിൽ 50-ലധികം പേർക്ക് ഞാൻ ഒന്നുമല്ലായിരിക്കുന്ന ഈ സിറ്റുവേഷനിൽ പോലും ഞാൻ അഭിനയിച്ച പല സിനിമകളിലും വേഷങ്ങൾ, ശ്രദ്ധേയമായ വേഷങ്ങളും ചെറിയ വേഷങ്ങളും എല്ലാം ഞാൻ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അവരിതിയുണ്ട്. ഏകദേശം 10-15ഓളം ടെക്നീഷ്യൻസ് ഉണ്ട്. മേക്കപ്പ് മാനുണ്ട്, കോറിയോഗ്രാഫറുണ്ട്, കോസ്റ്റ്യൂമറുണ്ട്, സ്റ്റിൽ ഫോട്ടോഗ്രാഫറുണ്ട്, ക്യാമറാമാനുണ്ട്. അങ്ങനെ പലരും ആ കാറ്റഗറിയിലുണ്ട്. അവർ പോലും ചെയ്തില്ല. ഇനി അതിലെല്ലാം ഉപരി ഏകദേശം 100-ലധികം പേർക്ക് ഇതിനകത്തുള്ളതിൽ എൻ്റെ സാമ്പത്തിക സഹായവും ഞാൻ നൽകിയിട്ടുണ്ട്. ചിലർക്ക് വളരെ കൂടുതൽ നൽകിയിട്ടുണ്ട്. ഇവരാരും അത് ചെയ്തിട്ടില്ല. എന്നാൽ ഇവരുടെ എല്ലാം സ്റ്റാറ്റസിൽ പല പടങ്ങളും ഉണ്ടായിരുന്നു. നോർത്ത് ഇന്ത്യൻ ബോളിവുഡ് താരങ്ങളുടെ, അല്ലെങ്കിൽ വേറെ പല പല പടങ്ങൾ, അല്ലെങ്കിൽ വേറെ പല ആക്ടിവിറ്റീസുകൾ, ഡാൻസ്, ഇതൊക്കെ ഉണ്ടായിരുന്നു. ചിലപ്പോൾ ഒരു വിട്ടുപോയിട്ടുള്ളതാകാം. പക്ഷേ നമ്മുടെ മലയാളികളെക്കുറിച്ച്, കുറേ പേരെക്കുറിച്ച് പറയുന്നൊരു സെൽഫിഷ്നെസ് എന്ന് പറയുന്നൊരു സാധനം നമുക്കാർക്കും ഉണ്ടാകാതിരിക്കട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ കലാകാരന്മാർക്കും കലാകാരികൾക്കും. കാരണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാൻ ഒരു മനസ്സുണ്ടാകണം. ഞാൻ ഒരു കാര്യം വെച്ചുകൊണ്ടാണ് ഈ സ്റ്റാറ്റസ് പരിശോധിച്ചത്. എനിക്ക് ഈ കാലടി മഹാശിവരാത്രി ആദരവ് കിട്ടിയത് ആരെങ്കിലും സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ആ വ്യക്തിക്ക് എൻ്റെ അടുത്ത സിനിമകളിൽ ഞാൻ കാല് പിടിച്ചാണെങ്കിലും അവർക്കൊരവസരം, ടെക്നീഷ്യനാണെങ്കിൽ ടെക്നീഷ്യൻ, അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് ആണെങ്കിൽ അത് വാങ്ങിച്ചു കൊടുക്കും എന്ന ഉറച്ച വിശ്വാസത്തോടെ ഞാൻ പറഞ്ഞാൽ ചെയ്യുന്ന ആളാണ്. അങ്ങനെ വിചാരിച്ചാണ് ഞാൻ നോക്കിയത്. പക്ഷെ ഭാഗ്യം ഒരാൾ പോലും അതുണ്ടായില്ല. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എന്നോട് ഇനിയിപ്പോൾ എൻ്റെതൊന്നും ഇടണമെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ ഇതുപോലെ ഞാൻ ചിന്തിച്ചതുപോലെ ചിന്തിക്കുന്ന വേറെയും നമ്മളെ സഹായിച്ച ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. സഹായിച്ചവരോട് നമുക്ക് കുറച്ച് നന്ദി ഇല്ലെങ്കിൽ ഖുർആനും വേദമൊക്കെ പറയുന്ന കണക്ക് ജനങ്ങളിൽ ധാരാളം പേര് നന്ദിയില്ലാത്ത കാറ്റഗറി ആയിപ്പോവും. അപ്പോൾ വേറെ പലരും ചിലപ്പോൾ ഇതുപോലെ നമുക്ക് അവസരം തരാൻ വേണ്ടി കാത്തിരിക്കുന്നു ഉണ്ടാവും. അപ്പോൾ നമ്മൾ നിസ്വാർത്ഥതയോടെ പരസ്പര സഹായത്തോടെ നമുക്ക് കഴിയുന്ന രീതിയിൽ നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോത്സാഹിപ്പിച്ച് കഴിവ് ഉള്ളവരെ, അംഗീകരിക്കപ്പെട്ടവരെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചുകൊണ്ട് മറ്റുള്ളവർ നിനക്ക് ചെയ്തു തരണം എന്ന് നീ ആഗ്രഹിക്കുന്നതെല്ലാം നീ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കൂ എന്ന് യേശുദേവൻ പറഞ്ഞ പോലെ നിഷ്കാമകർമ്മം, ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ ഈ പറഞ്ഞ നന്മകൾ പ്രചരിപ്പിക്കാൻ നമുക്ക് നോക്കാം. അത് ഗീതാ തത്വം. നിങ്ങൾക്കും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. ഐ ലവ് യു ഓൾ. താങ്ക് യു. എന്നോട് ദേഷ്യം തോന്നരുതേ. സത്യമാണ്. സത്യം പറയാതെ എങ്ങനെ പോകാൻ പറ്റും?